ഇല്ല സർ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ വൈദേഹി അല്ല എന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാ അതിൽ വന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഒരുപക്ഷെ നിങ്ങൾക്കാണ് തെറ്റുപറ്റിയതെങ്കിലോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവര് വൈദേഹി അല്ലെങ്കിലോ? നോ, ഇതുവരെ ആ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ സത്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നേ. അവൾ എന്റെ ഭാര്യ തന്നെയാ. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല. എവിടെയോ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതന്ന് സാമ്പിൾസ് എടുത്തോണ്ട് പോയാ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുക. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. ആരും എന്നോടൊന്ന് മാറ്റാനും പറഞ്ഞിരുന്നില്ല. പക്ഷെ അന്ന് ഞങ്ങൾ കൊണ്ടുപോയ സാമ്പിൾസ് അല്ലാതെ DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു സാമ്പിൾ കൂടി വന്നിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ മറ്റൊരു സാമ്പിളോ? അതെ സർ. അത് ഒഫീഷ്യലായിട്ടൊന്നും ആയിരുന്നില്ല, അൺഒഫീഷ്യൽ ആയിരുന്നു. റിപ്പോർട്ട്സും അവർ വാങ്ങിച്ചോണ്ട് പോയി. അതാരാ? അതറിയില്ല സർ. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. ആ സാമ്പിൾസ് നിങ്ങൾ തന്നെയല്ലേ എടുത്തോണ്ട് പോയത്? അപ്പൊ ആരാ തന്നതെന്ന് അറിയില്ലേ? അത് ഞാൻ എടുത്തോണ്ട് പോയതല്ല. പക്ഷെ ആ ദിവസം വേറൊരു കാര്യം കൂടി നടന്നിരുന്നു. എന്താ അത്? ഞാൻ അവിടെ നിന്ന് സാമ്പിൾസ് എടുത്തോണ്ട് പുറത്തേക്ക് വന്നപ്പോ എന്റെ ശരീരത്തേക്ക് ഒരാൾ കാടിവെള്ളം ഒഴിച്ചു. അപ്പൊ അവിടെയുള്ള പൈപ്പിൽ കഴുകിക്കൊള്ളാനാ അവര് പറഞ്ഞേ. ഞാൻ എന്റെ സാമ്പിൾസിന്റെ ബാഗ് വണ്ടിയിൽ വെച്ചിട്ടാ പോയെ. തിരിച്ചു വന്നപ്പോഴും ബാഗ് അവിടെ തന്നെ ഉണ്ടായേ. പക്ഷെ ഇതിനോടകം സാമ്പിൾസ് മാറിയിരിക്കാൻ സാധ്യതയുണ്ട്. സാമ്പിൾസ് മാറേ? അതെ സർ. സാറ് പറഞ്ഞ പോലെ അത് സാറിന്റെ ഭാര്യ വൈദേഹിയാണെങ്കിലും റിപ്പോർട്ടിൽ അത് തെറ്റാണെങ്കിൽ അതിന്റെ കാരണം റിപ്പോർട്ടിൽ അട്ടിമറി കാണിച്ചതാവില്ല, സാമ്പിൾസ് മാറ്റിയതാവാനാണ് സാധ്യത. അങ്ങനെ സംഭവിക്കാം. അന്ന് നിങ്ങളോട് കഴുകിക്കൊള്ളാൻ പറഞ്ഞ ആരാ? ഞങ്ങളുടെ വീട്ടിലെ ലോയർ ആരാധ്യയാണോ? അവരല്ല സർ. അവരെനിക്കറിയാലോ. സാമ്പിൾസ് കളക്ട് ചെയ്യാൻ എന്നെ വിളിപ്പിച്ചത് അവരല്ലേ. ഇത് വേറൊരാളാ. ഏകദേശം ആ വക്കീലിന്റെ അതേ പ്രായം തന്നെയാണ്. അവിടെ തന്നെ വാട്ടർ ടാപ്പ് ഉണ്ട്, വന്ന് വാഷ് ചെയ്തോളൂ. ഈ DNA ടെസ്റ്റ് വക്കീല് മുഖേന മാത്രമേ ചെയ്യാൻ പറ്റൂന്ന, അതോ സാധാരണ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെയ്യും, പക്ഷെ ലീഗൽ വാലിഡിറ്റി ഉണ്ടാവില്ല. ഇതാന്ന് സംഭവിച്ചത്. അവര് നിങ്ങളുടെ ആരാന്ന് എനിക്കറിയില്ല. വേറെ സാമ്പിൾസ് അയച്ചു തന്ന ടെസ്റ്റ് ചെയ്ത് തരുമെന്ന് കൂടി ചോദിച്ചു. ഒഫീഷ്യലി ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അൺഒഫീഷ്യലി വേറൊരു ടെസ്റ്റ് എന്തിനു ചെയ്തു? ഉറപ്പായിട്ടും അവിടെ സാമ്പിൾ മാറിയിട്ടുണ്ടാവണം. അൺഒഫീഷ്യലി അയച്ചതായിരിക്കും ചിലപ്പോൾ ഒറിജിനൽ സാമ്പിൾസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റോങ് റിപ്പോർട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഊർമിളയുടെ പണി തന്നെയാ. സർ, എന്തിനാണ് ഈ കൺഫ്യൂഷനൊക്കെ? വീണ്ടും സാമ്പിൾസ് എടുത്ത് ഒന്നുകൂടെ ടെസ്റ്റിന് അയച്ചു നോക്കാം. തെറ്റുകളൊന്നും വരുത്താതെ അടുത്ത് തന്നെ നിന്ന് ഫോളോ അപ്പ് ചെയ്യാം. സംശയം അവിടെ തീരുമല്ലോ. ഇനി അതിന്റെ ആവശ്യമില്ല. എന്റെ സംശയങ്ങളൊക്കെ ഇപ്പൊ തീർന്നു. ഇനി നിങ്ങൾ പോയിക്കോളൂ. ഓക്കെ സർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. തുടക്കം മുതലേ ഏട്ടത്തിക്ക് വൈദേഹിയെ കണ്ടുകൂടാ. അതുകൊണ്ടാണല്ലോ എന്റെ വൈദേഹി എന്നേക്കുമായി എന്നെ നകറ്റാൻ വേണ്ടി സാമ്പിൾസ് മാറ്റിവെച്ചതും ആ തെറ്റായ റിപ്പോർട്ട്സ് കാണിച്ച് എന്റെ വൈദേഹിയെ വൈശാലിയാക്കി മാറ്റിയതും. വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് വൈദേഹിയാണെന്ന് തെളിയിക്കാൻ പറ്റും. പക്ഷേ ഏട്ടത്തിയുടെ ശത്രുത അതുപോലെ തുടരും. അതുകൊണ്ട് റിപ്പോർട്ട് തെറ്റ് ചെയ്ത അവള് തന്നെയാ വൈദേഹിന്ന് ഏട്ടത്തിയെ കൊണ്ട് തന്നെ പറയിച്ചേ മതിയാകൂ. ഇൻസ്പെക്ടർ, ഇവിടുത്തെ ഒരു വിലപ്പെട്ട മാലയാ കാണാതായത്. അത് മോഷ്ടിച്ചത് ഈ വൈശാലിയാണ്. ഇല്ല, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്തിനു മോഷ്ടിക്കണം? ഞാൻ അങ്ങനെ ചെയ്യില്ല. ഏതാടി നിന്റെ വീട്? എന്തായാലും കൊള്ളാം. ആ മാലയും നിന്റേതാ, അതുകൊണ്ടാ എടുത്തതെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി അവളോട് ഡിസ്കസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ആ CCTV ഫുട്ടേജ് ആണ് ഏക തെളിവ്. പോലീസുകാർ കൊണ്ടേ ചോദ്യം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞോളൂ. വരുൺ, നീ ചെന്ന്
ആ CCTV ഫുട്ടേജസ് കാണിച്ചു കൊടുക്ക. ശരി. സംശയിക്കണ്ട ഇൻസ്പെക്ടർ, ഇതിവള് തന്നെയാ. തല മൂടിയിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇന്നലെ ഇവള് ഈ സാരി തന്നെയാ ഉടുത്തിരുന്നത്. അത് ഞാനല്ല സാറേ, അത് ഞാനല്ലേ അല്ല. സത്യമായിട്ട് ഞാനല്ല സാർ. നോക്കുമോളെ, നിന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോളെ പൊന്നുപോലെ നീ നോക്കുന്നേ. അതുകൊണ്ടാ ചോദിക്കുന്നേ. ആ മാല ഇങ്ങി തന്നേക്ക്. നിന്നെ പോലീസ് ഒന്നും ചെയ്യില്ല. ഇന്നുമ്മേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ആ മാലയിലൊന്നും തൊട്ടിട്ട് പോലുമില്ല. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. വൈശാലി, അതിന് പകരമായിട്ട് അതിന്റെ 2 ഇരട്ടി വിലയുള്ള സ്വർണം തരാം. പക്ഷെ ആ മാല ഞങ്ങൾക്ക് തിരിച്ചു തരണം. അത് ഈ വീട്ടിലില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുള്ള പേടി കൊണ്ടാ മോളെ. എനിക്ക് സത്യമായിട്ട് അത് എവിടെയാന്ന് അറിയില്ല അച്ഛാ. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഒന്നും ഇല്ലെങ്കിലും അച്ഛന്റെ മോർണിംഗ് എത്തുന്നത് വരെയെങ്കിലും ഒന്ന് കാത്തു നിൽക്ക. വീണ്ടും വീണ്ടും നീ അത് തന്നെയാണല്ലോ പറയുന്നത്. SI സാറേ, അവളെ തന്നെ മോഷണം നടത്തിയത്. അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അമൂല്യ സ്വത്താ. നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല. അവളെ കൊണ്ട് ആ മാല എവിടെ ഒളിപ്പിച്ചു വെച്ചെന്ന് പറയിപ്പിക്കണം. അമ്മേ, ഇവിടെ നമ്മള് മാത്രമല്ല, പോലീസ് ചോദിച്ചാലും ഇവള് പറയില്ല. ദേവൻ ഇങ്ങ് വരും, അവളെ രക്ഷിക്കുമെന്നല്ലേ പറയുന്ന. വൈശാലിയുടെ ഈ മുഖം കണ്ട് ദേവന് സഹതാപം തോന്നി. അവനങ്ങ് ഉരുകിയാലും അത്ഭുതപ്പെടാനില്ല. ശരിയാ, അത് തന്നെ നടക്കാൻ പോകുന്നത്. ഈയിടെയായി ദേവന് ചെറുതായിട്ട് വൈശാലിയോടൊരു കമ്പമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വല്ലതും ചോദിക്കാൻ പോയാ ഇവള് തന്നെ വൈദേഹി എന്നും പറഞ്ഞേക്കാം. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയി പോലീസ് സ്റ്റൈലിൽ ചോദിച്ച അപ്പ സത്യം പറയും. പിടിച്ചോണ്ട് പോ SI സാറെ. കോൺസ്റ്റബിൾ, അറസ്റ്റ് ചെയ്യൂ. എനിക്കൊന്നും അറിയില്ല. പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്യരുത്. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. എന്നെ വിട് പ്ലീസ്. പ്ലീസ് അച്ഛ, അമ്മ, എനിക്കൊന്നും അറിയില്ല അമ്മ. എന്നെ വിട്ടേക്ക്. ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കും. അച്ഛ, അമ്മ, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും എടുത്തിട്ടില്ല. അച്ഛ, അമ്മ, ഡേവിഡ് വരുന്നത് വരെ ഒന്ന് കാക്കാൻ പറയേ. എന്നെ കൊണ്ടുവരുത് പ്ലീസ്.
ദേവേട്ട, ഏയ് എങ്ങോട്ടേ പോകുന്നു? നിക്ക് ദേവേട്ട, എടി. നീ പേടിക്കാതിരിക്കെ, ഞാനിപ്പോ ഇങ്ങ് എത്തിയല്ലോ. വാ, നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ, ധൈര്യമായിട്ടിരിക്കെ, കരയാതിരിക്കേ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം വൈദേഹി, നിനക്കൊന്നും സംഭവിക്കില്ല. ഇതിന്റെ കീങ് വന്നേ. എസ് ഐ സാറേ, ആ വിലങ്ങ് അഴിച്ചു മാറ്റ്. അവളെ വിലങ്ങ് വെക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അവളോട് ചോദിച്ചാൽ അവള് തന്നെ പറയുമല്ലോ. മോഷണം നടത്തിയെന്നുള്ളതാണ് കുറ്റം. കണ്ടുപിടിക്കപ്പെട്ടു. അതുകൊണ്ടാ പോലീസ് കൊണ്ടുപോകുന്നത്. പരമ്പരാഗതമായി കിട്ടിയ മാലയായിരുന്നു മോനെ അത്. ആരാധ്യ കെട്ടുകൊടുക്കാൻ വേണ്ടി പൂജാമുറി കൊണ്ട് വെച്ചിരുന്നതാ. നേരം വെളുത്ത് നോക്കിയപ്പോ അതില്ല. ആരാധിക്ക് കൊടുക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു കാണിക്കുന്നത്. ആ മാല എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിനക്കറിയാലോ. നമ്മൾ ചോദിച്ചിട്ടും അവളെ തരുന്നില്ല. അതുകൊണ്ടാണ് പോലീസിനെ വിളിപ്പിച്ചത്. എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല ദേവേട്ട. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്തിനു വേണ്ടി മോഷ്ടിക്കണം? ദേവേട്ടൻ തന്നെ പറ. നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് അവൾ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ടിപ്പോ മോഷണക്കുറ്റം അടിച്ചേൽപ്പിച്ച് പുറത്താക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? അവള് മോഷ്ടിച്ചത് സത്യവാ. ഞങ്ങൾ എന്തിനാ അടിച്ചേൽപ്പിക്കണം ദേവ? അതിന്റെയൊന്നും കാര്യം ഞങ്ങൾക്കില്ല കേട്ടോ. ഇവിടെ എന്താ നടന്നതെന്ന് നിനക്ക് അറിയാത്തോണ്ടാ. എനിക്കറിയാം ഇടത്തി, ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഓരോന്നായിട്ട് ഇപ്പോഴാ മനസ്സിലായി തുടങ്ങിയത്. ദേവാ, ആ മംഗളഗൗരി മാല ഈ വീടിന്റെ രക്ഷയായിരുന്നു മോനെ. ഇപ്പൊ തന്നെ നമ്മുടെ വംശങ്ങൾ അനുഭവിക്കുന്ന ശാപങ്ങൾക്ക് കൂട്ടായിട്ട് ഇനി ഈ മാലയും കൂടെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി എന്തൊക്കെ ആപത്തുകളെയാ നേരിടേണ്ടി വരുന്നതെന്ന് ആലോചിക്കാൻ കൂടി വയ്യ.
എനിക്കറിയാച്ച. എന്ന് വെച്ച എല്ലാത്തിനും കാരണം അവളാന്ന് പറഞ്ഞ ഈ വീട്ടിലുള്ളവരിൽ അവൾക്കല്ലാതെ മറ്റാർക്കും അതിന്റെ ആവശ്യമില്ലല്ലോ ദേവ. ആ മാല അവളുടെ കൈ കിട്ടിയ വൈദേഹി ആവാൻ പറ്റുമെന്ന് കരുതിയിട്ടാവും ഈ വൈശാലി ബുദ്ധിപൂർവ്വം അത് മോഷ്ടിച്ചത്. മതി, നിർത്ത്. അങ്ങനെ ആ മാല മോഷ്ടിക്കേണ്ട കാര്യമൊന്നും അവൾക്കില്ല. ദേവ, അപ്പൊ ഇവരൊക്കെ പറയുന്നത് തെറ്റാണെന്നാ? എന്തോ ഒരുമാതിരി വിശ്വസിക്കാത്ത പോലെ. വേണമെങ്കിൽ ദേവനൊന്ന് CCTV ഫൂട്ടേജ് നോക്ക്. നോക്ക്, അവള് മാത്രമേ ആ പൂജമുറിയിലേക്ക് കയറി പോയിട്ടുള്ളൂ. മൂടി പൊതച്ചു പോയ ആരും അറിയില്ലെന്ന് അവള് കരുതി. പക്ഷെ അത് അവള് തന്നെയാണെന്നുള്ള കാര്യം ആ സാരി കാണിച്ചു തന്നു. കോടതിയിൽ എല്ലാ തെളിവുകളും സത്യമാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ ശിക്ഷ വിധിക്കാവൂ എന്ന് വാദിക്കുന്നയാള് ഇപ്പൊ വെറും ഒരു സാരിയുടെ തെളിവിന്റെ പേരിൽ അവള് തന്നെയാ കുറ്റവാളി എന്ന് ഉറപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിന്റെ ചിന്താഗതി ഇപ്പോ ശരിയല്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. മൂടി പൊതച്ചു പോകുന്നത് ആരാന്നറിയാത്തതുകൊണ്ട് അതേ സാരി തന്നെ ഉടുത്തോണ്ട് മറ്റാർക്കെങ്കിലും അങ്ങനെ പോയിക്കൂടായി ഇല്ലല്ലോ. അവള് തന്നെ അതൊന്ന് ഉറപ്പിച്ചു പറയാൻ എന്താ തെളിവ്? വരുൺ, ഇത് പിടിച്ചോ. SI സാറേ, അവൾ ആ മോഷ്ടിച്ചെന്ന് എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പിച്ചത്? ഇതാരോ മനഃപൂർവ്വം ചെയ്താണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അത് കണ്ടാൽ മനസ്സിലാവും. മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു ദേവ? അവൾക്ക് വൈദേഹിയുടെ മുഖമുണ്ടെന്ന് കരുതി ഞങ്ങള് വിശ്വസിക്കുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവൾക്ക് വൈദേഹിയുടെ മുഖം ഉള്ളതുകൊണ്ടല്ലമ്മേ, അവള് വൈദേഹി ആയതുകൊണ്ടാണ്.